Hello, my dear friends. എല്ലാവർക്കും നമസ്കാരം. A warm welcome to my YouTube channel, PV's Pavilion. So, a fantastic day of cricket, test match. 14 November 2025. A test match after 6 years at Eden Gardens, Kolkata against South Africa. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയുമുള്ള ആദ്യ ടെസ്റ്റ് മാച്ചിൽ രണ്ട് ടെസ്റ്റ് മാച്ചുള്ള ഒരു പരമ്പരയാണ്. ആദ്യ ടെസ്റ്റ് മാച്ചിൽ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ടെംബെ ബൗമ ടോസ് ജയിച്ച് ബാറ്റിംഗ് തിരഞ്ഞെടുത്ത്. ടോസ് ജയിച്ച ഉടനെ അവർ ബാറ്റിംഗ് തിരഞ്ഞെടുത്തതിൻ്റെ മെയിൻ കാരണം നല്ലൊരു ബാറ്റിംഗ് പിച്ചാണെന്ന് ആർക്കും തോന്നും. മാത്രമല്ല 2-3 ദിവസത്തിന് ശേഷം അവിടെ സ്പിന്നർമാരുടെ ഒരു വിളയാട്ടമായിരിക്കും. അപ്പോൾ അതിനു മുമ്പ് മാക്സിമം റണ്ണടിച്ച് കൂട്ടാമെന്നുള്ളൊരു ഉദ്ദേശമാണ് ഏതൊരു ക്യാപ്റ്റനും ഉദ്ദേശിക്കുന്ന പോലെ ബൗമയും ഉദ്ദേശിച്ചുള്ളൂ. കളിക്കാനിറങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ തുടക്കം കിട്ടിയവർക്ക്. അതായത് ഒരു 57 റണ്ണിലാണ് ആദ്യത്തെ വിക്കറ്റ് വീഴുന്നത്. അത് നല്ലൊരു ഒരു ഔട്ട് സ്വിങ്ങർ ബോളിൽ ഡിഫെൻഡ് ചെയ്താണ് റിക്കിൾട്ടൺ ജസ്പ്രീത് ബുംറയുടെ പന്തിൽ അത് ക്ലീൻ ബോൾഡായി. രണ്ടാമത്തെ വിക്കറ്റ് മറ്റേ ഓപ്പണറായ മാർക്കമിനും ഒരു ബൗൺസ് ചെയ്തൊരു ബോളിൽ ലീവ് ചെയ്യാൻ നോക്കിയാണ് ബോൾ. ബട്ട് ചെറുതായിട്ട് എഡ്ജായി ഋഷഭ് പന്ത് ഒരു മാർവലസ് ക്യാച്ച് എടുത്തുകൊണ്ട് അവരുടെ സ്റ്റാർ ബാറ്റ്സ്മാനായ മാർക്കറത്തിനെയും ഔട്ടാക്കി. അപ്പോൾ അവർക്ക് ആകെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് 55 ഓവർ കളിച്ചിട്ട് 159 റൺസ് മാത്രമാണ്. ടെസ്റ്റ് മാച്ചിനെ സംബന്ധിച്ചിടത്തോളം അതും ഫസ്റ്റ് ഇന്നിങ്സിൻ്റെ എന്ന് പറഞ്ഞാൽ സ്കോർ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു ദയനീയ സ്കോർ എന്നേ പറയാൻ പറ്റുള്ളതിനെ. ഓപ്പണേഴ്സായ മാർക്കം 31 എടുത്തു, റിക്കിൾട്ടൺ 23 എടുത്തു, മോൾഡർ 24 എടുത്തു. ജോർജി പാകിസ്ഥാനകത്ത് സെഞ്ചുറിയൊക്കെ നേടിയ നല്ലൊരു ബാറ്റിങ്ങാണ്. മുടിയൊക്കെ വളർത്തി നല്ല സ്റ്റൈലുള്ളൊരു ബാറ്റ്സ്മാനാണ്. അദ്ദേഹത്തിന് 24 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ ബോളേഴ്സ് എല്ലാം വളരെ 159 സ്കോർ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ 5 ഡേ മാച്ചിൽ ഒന്നുമല്ലാത്ത. അപ്പോൾ ബോളേഴ്സ് നന്നായിട്ട് പന്തെറിഞ്ഞ ഒരു ദിവസമാണെന്ന്. നമ്മുടെ സ്റ്റാർ ബൗളർ ഫാസ്റ്റ് ബൗളർ ജസ്പ്രീത് ബുംറ 5 വിക്കറ്റുകളാണ് എടുത്തത്. 5 for 27. സിറാജ് ആദ്യം കുറച്ച് അടി വാങ്ങിയെങ്കിലും നന്നായിട്ട് ബോൾ എറിഞ്ഞു. പിന്നെ 2 വിക്കറ്റ് എടുത്തു. അക്സർ പട്ടേലിന് 1 വിക്കറ്റ് കിട്ടി. കുൽദീപ് യാദവ് 2 വിക്കറ്റ് എടുത്തു. നമ്മുടെ പ്ലേയിങ് 11-ൽ സായി സുദർശൻ എന്ന പ്ലെയറെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതെനിക്കൊരു സർപ്രൈസായി തോന്നി. കാരണം അവരൊരു 1 ഡൗൺ ബാറ്റ്സ്മാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തെ കളിച്ചിട്ടില്ല. എനിവേ ലെറ്റ് us see. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്കും നല്ല തുടക്കത്ത് പറയാനറിയില്ല. ഒരു 3-4 അടിച്ച് നിൽക്കുന്ന യശസ്വി ജയ്സ്വാൾ ഔട്ടായി. ഒരു ക്ലീൻ ബോൾഡായി. ജാൻസൻ്റെ ബോളിൽ ക്ലീൻ ബോൾഡായി. KL രാഹുൽ, വാഷിങ്ടൺ സുന്ദർ അവർ രണ്ടുപേരും ക്രീസിലുണ്ട്. 37 റണ്ണെടുത്ത് 1 വിക്കറ്റ് നഷ്ടത്തിൽ 20 ഓവർ വരെ കളിച്ചു. ഈ പിച്ചിൽ റൺ സ്കോർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് കളിച്ചത്. പിന്നെ മാത്രമല്ല അവിടെ ബാഡ് ലൈറ്റ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലൊക്കെ കാണപ്പെടുന്നതാണ്. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ലൈറ്റെല്ലാം പോവും. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. എനിവേ ഫസ്റ്റ് ഡേയെ സംബന്ധിച്ചിടത്തോളം 3 സെഷനിൽ 2 സെഷനും ഇന്ത്യ മുന്നിട്ട് നിന്നു. മൂന്നാമത്തെ സെഷൻ അതായത് ഈവനിങ് സെഷൻ ആഫ്റ്റർ ടീ ഷെയർഡായിരുന്നു. 2 പേരും ഒരുപോലെ കണക്കാക്കാം. പിന്നെ ഇനി 4 ദിവസത്തെ കളി ബാക്കിയുണ്ട്. നമ്മളൊരു 122 റൺസ് പുറകിലാണിപ്പോൾ. നാളെ മുതൽ നല്ല അടിപൊളി ഇന്ത്യയുടെ ബാറ്റിംഗ് നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.